ഹജ്ജ് ഉംറയും ഉദ്ദേശിച്ചുകൊണ്ട് മക്കയിൽ ചെല്ലുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ഒരു സന്ദർശന സ്ഥലം എന്ന നിലക്ക് മദീനയിൽ പോകാറുണ്ട്. ഹജ്ജിന്റെ ഒരു കർമ്മവും മദീനയിൽ നിർവഹിക്കാനില്ല, ഉംറയുടെ ഒരു കർമ്മവും മദീനയിൽ ചെന്ന് നിർവഹിക്കാനില്ല. എല്ലാ കർമ്മവും മക്കയിൽ തന്നെയാണ്. ഹജ്ജിന്റെ എല്ലാം മക്കയിൽ ഒതുങ്ങുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ മദീനയിൽ പോകുന്നത്? റസൂലുള്ളാഹിന്റെ ഖബർ കാണാനാണോ? അല്ല. അങ്ങനെ ഒരു യാത്ര നമ്മൾക്ക് അനുവാദമില്ല. അവിടെ സഹാബികൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അടക്കമുള്ള പല സഹാബികളും ഖബറടക്കിയ അൽ ബഖീഅ്, ജന്നത്തുൽ ബഖീഅ് എന്ന് പറയും, ആ ബഖീഅ് അവിടെ പോയി സന്ദർശിക്കാൻ സലാം പറയാനുമാണോ? അങ്ങനെയും യാത്രയല്ല. പിന്നെ മദീനയിൽ ചെല്ലുന്നതിന്റെ ഒരു ഉദ്ദേശം, പ്രധാന ഉദ്ദേശം മദീനയിലെ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി യാത്ര ചെയ്യാം, പ്രത്യേക യാത്ര ചെയ്യാം എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ലാ തുശദ്ദു റിഹാല ഇലാ സലാസത്തി മസാജിദ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 പള്ളികളിലേക്കല്ലാതെ പുണ്യയാത്ര നിർവഹിക്കാവതല്ല. ഒന്ന് മസ്ജിദുൽ ഹറാം 1,00,000 നമസ്കാരത്തിന്റെ കൂലി, രണ്ടാമത് മദീനയിലെ പള്ളി 1000 നമസ്കാരത്തിന്റെ കൂലി, മൂന്നാമത്തെ ബൈത്തുൽ മഖ്ദിസ് 500 നമസ്കാരത്തിന്റെ കൂലി. അപ്പൊ മദീനയിൽ പോകുന്നതിന്റെ നമ്മുടെ നിയ്യത്ത് അവിടെ പോയി നമസ്കരിച്ചാൽ 1000 നമസ്കാരത്തിന്റെ കൂലി കിട്ടുമെന്നാണ്. അതിനുവേണ്ടി പുണ്യം പ്രതീക്ഷിച്ച് അങ്ങോട്ട് യാത്ര ചെയ്യാം. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും മസ്ജിദ് നബിയുടെ ഓരത്ത് ആയിഷ റളിയല്ലാഹുവിന്റെ വീടുണ്ടായിരുന്ന ആ ഭാഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുണ്ട്. അതിന്റെ അപ്പുറത്ത് അബൂബക്കറും ഉമർ റളിയല്ലാഹു ഒക്കെ ഉണ്ട്. അവിടേക്ക് നമ്മൾ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും സന്ദർശിക്കാൻ തോന്നാം. സന്ദർശിക്കാൻ ഒരു വിരോധമില്ല. അവർക്ക് വേണ്ടി സലാം ചെല്ലുക, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത് വഴിക്ക് കടന്നു പോകുമ്പോൾ അതിന് പറ്റുന്ന ഒരു ഏരിയയാണ് അവിടെ ഉള്ളത്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ, അസ്സലാമു അലൈക യാ ഉമർ എന്ന് പറയാനല്ലാതെ വേറൊന്നുമില്ല, മറ്റൊന്നും അവിടെ ചെയ്യാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ ഫസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അവർ സ്വന്തം ശരീരങ്ങളോട് അതിക്രമം ചെയ്തു പോയാൽ, തെറ്റ് സംഭവിച്ചു പോയാൽ, ജാഊക നബിയെ തങ്ങളെ സമീപം അവർ വരികയും ഫസ്തഗ്ഫിറുല്ലാഹ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും വസ്തഗ്ഫറ ലഹുമുർ റസൂലു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വേണ്ടി റെക്കമെൻഡ് പറയുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നന്നായി കരുണ ചെയ്യുന്നവനായും ധാരാളം തൗബ സ്വീകരിക്കുന്നവനുമായും അവർക്കെത്തിക്കാൻ കഴിയുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഈ ആയത്ത് വിശദീകരിച്ച് മുഫസ്സിറുകൾ ധാരാളം വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഇന്ന് വഹാബികളുടെ ഏറ്റവും വലിയ നേതാവായി അവർ തന്നെ പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ ഇബ്നു കസീർ, അദ്ദേഹം തന്നെ അതിന് തഫ്സീർ പറയുന്നു. യുർഷിദു തആല, അല്ലാഹു തആല നിർദ്ദേശിക്കുന്നു, അൽ ഉസാത്ത വൽ മുദ്നിബീന, തെറ്റ് സംഭവിച്ചു പോയവരോട് റസൂൽ, അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് വരണം. എന്നിട്ട് വയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു, റസൂലുള്ളാഹിന്റെ സമീപം വന്ന് അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ പറയണം. വസഅലൂഹു അൻ യസ്തഗ്ഫിറ ലഹും, അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് റെക്കമെൻഡ് പറയാൻ റസൂലുള്ളാഹി തങ്ങളോട് അവർ ആവശ്യപ്പെടുകയും വേണം. അങ്ങനെ ഫഇന്നഹും ഇദാ ഫഅലൂ ദാലിക, അപ്രകാരം അവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ താബല്ലാഹു ലഹും, അല്ലാഹു അവർക്ക് അവരുടെ തൗബ സ്വീകരിക്കും. വറഹിമഹും, അല്ലാഹു തആല അവർക്ക് റഹ്മത്ത് ചെയ്യും എന്ന് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീർ ഇബ്നു കസീറിൽ വ്യാഖ്യാനം എഴുതി വെക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മദീനയിൽ എത്തിച്ചേരാൻ ഒരു വിശ്വാസി എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഇമാം ദാറഖുത്നി, ബൈഹഖി ഇവരൊക്കെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സാറ ഖബരി വജബത് ലഹു ശഫാഅത്തി, എന്റെ ഖബർ ആരെങ്കിലും സിയാറത്ത് ചെയ്താൽ എന്റെ ശഫാഅത്ത് അവർക്ക് തീർച്ചയായും ലഭിക്കുമെന്ന് ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സാറ ഖബരി ഹല്ലത് ലഹു ശഫാഅത്തി, എന്റെ ഖബർ സന്ദർശിച്ചാൽ, എന്റെ ഖബർ സിയാറത്ത് ചെയ്താൽ അവനിക്ക് എന്റെ ശഫാഅത്ത് ലഭിക്കുന്നതാണ്. ഇനിയും കാണാം, മൻ സാറനി ബഅദ മൗതി ഫകഅന്നമാ സാറനി വഅന ഹയ്യുൻ, മരണശേഷം എന്നെ സിയാറത്ത് ചെയ്താൽ ജീവിതകാലത്ത് എന്നെ സിയാറത്ത് ചെയ്തവനെ പോലെയാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ തെളിവുകളൊക്കെ കാണുമ്പോൾ വഹാബികൾ ചിലപ്പോൾ പറയാറുണ്ട്,
സിയാറത്ത് സുന്നത്താണ്, പക്ഷേ സിയാറത്തിന് വേണ്ടി യാത്ര ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു വാദം പ്രമാണങ്ങൾക്ക് മുമ്പിൽ കുടുങ്ങുമ്പോൾ വഹാബികൾ പറയാറുണ്ട്. ഒരിക്കലും ശരിയല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സിയാറത്തിന് വേണ്ടി യാത്ര ചെയ്ത സംഭവം നമുക്ക് കാണാൻ കഴിയും. മഹാന്മാരായ ഉഹദ് ശുഹദാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ വർഷവും അന്നഹു യഅതി ഖുബൂറ ശുഹദാഇ ഇൻദ റഅസിൽ ഹൗലി, എല്ലാ വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ യാത്ര പോകാറുണ്ട്. അസ്സലാമു അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ എന്ന് പറഞ്ഞ് ആ മഹാന്മാർക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം പറയാറുണ്ടായിരുന്നു. കാന അബൂബക്കറും ഉമർ ഉസ്മാൻ യഫ്അലൂന ദാലിക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും ഒക്കെ ഈ സിയാറത്ത് യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കാറുണ്ടായിരുന്നു എന്ന് മുസന്നഫ് അബ്ദുർ റസാഖിൽ നമുക്ക് കാണാൻ കഴിയും. വഹാബികളുടെ ഏറ്റവും വലിയ നേതാവായിരുന്നു എം അബ്ദുസ്സലാം സുല്ലമി. അദ്ദേഹം എഴുതിയ തൗഹീദ് സമഗ്ര വിശകലനം എന്ന ഒരു ഗ്രന്ഥം, അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഖബർ സിയാറത്തിന് പ്രത്യേകം യാത്ര സംഘടിപ്പിക്കുവാൻ പാടില്ലെന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നു. പച്ച കളവാണ് ഇസ്ലാമിന്റെ പേരിൽ അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുശദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ അൽ മസ്ജിദിൽ ഹറാമി വമസ്ജിദി ഹാദാ വൽ മസ്ജിദിൽ അഖ്സാ. 3 പള്ളിയിലേക്കല്ലാതെ, അഥവാ മസ്ജിദുൽ ഹറാം മക്കത്തെ പള്ളി, മസ്ജിദുൽ നബവി മദീനത്തെ പള്ളി, മസ്ജിദുൽ അഖ്സാ അത് ബൈത്തുൽ മുഖദ്ദസ്, ഈ 3 പള്ളിയിലേക്കല്ലാതെ മറ്റൊന്നിലേക്കും സിയാറത്തിനോ മറ്റോ യാത്ര പോകാൻ പാടില്ല എന്ന് ഹദീസുണ്ട് എന്ന് പറഞ്ഞിട്ട് മൗലവി പറയാണ്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പുണ്യമുണ്ടെന്ന് വിചാരിച്ച് വാഹനം കെട്ടി പുറപ്പെടുന്നതിനെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലുമല്ല. അത് മൗലവിയുടെ പച്ചക്കള്ളമാണ്. ഈ കളവിന്റെ ചുവട് പിടിച്ചിട്ടാണ് ഇന്നത്തെ വഹാബികളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവർ ജൽപ്പിക്കുന്നത് പോലെ പള്ളികൾ മാത്രമല്ല, ആര് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമാമുകൾ പറഞ്ഞതിനെയാണ് മൗലവി പറയുന്നത് ജൽപ്പനം എന്നത്. ഖബർസ്ഥാനും മറ്റും ഇവിടെ ഉൾപ്പെടും എന്ന് പറഞ്ഞിട്ട് മൗലവി പറയാണ്, ഖബർ സിയാറത്തിന് പോകലും ഈ ഹദീസിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ പുസ്തകത്തിന്റെ 330-31 പേജുകളിൽ അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരൊക്കെ പഠിപ്പിച്ചത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഈ ഹദീസ്, ആ ഹദീസിനെ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരിയിൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. വമിൻഹാ അന്നൽ മുറാദ ഹുക്മുൽ മസാജിദി ഫഖത്ത്. ഈ ഹദീസിന്റെ ഉദ്ദേശം പള്ളികൾ മാത്രമാണ്. വഅന്നഹു ലാ തുശദ്ദു റിഹാലു ഇലാ മസ്ജിദിൻ മിനൽ മസാജിദി ലിസ്വലാത്തി ഫീഹി ഗൈറ ഹാദിഹി സലാസ. നമ്മൾ ഈ പറഞ്ഞ ഹദീസിൽ എണ്ണിയ 3 പള്ളിയിലേക്കല്ലാതെ മറ്റൊരു പള്ളിയിലേക്കും പുണ്യം കൂടുതലുണ്ട് എന്ന് കരുതി അങ്ങോട്ട് നിസ്കാരത്തിന് വേണ്ടി പോകേണ്ടതില്ല. وأما قصد غير المساجد لزيارة صالح أو قريب أو صاحب أو طلب علم أو تجارة أو نزهة فلا يدخل في النهي. എന്നിട്ട് മഹാൻ എണ്ണുകയാണ്, ഈ പള്ളി അല്ലാത്തതിലേക്ക് സിയാറത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയോ പോകുന്നത് ഈ ഹദീസ് എതിർക്കുന്നില്ല, ഈ ഹദീസ് വിരോധിക്കുന്നില്ല എന്ന് ബഹുമാനപ്പെട്ടവർ കൃത്യമായിട്ട് തന്റെ ഫത്ഹുൽ ബാരിയിൽ വിശദീകരിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുകയാണ്. വൽ ഹദീസു, ഈ ഹദീസ്, ഏത് ഹദീസ്? ലാ തുശദ്ദു റിഹാലു എന്ന ഹദീസ് ഇന്നമാ വറദ ഫിൽ മസാജിദി. ആ ഹദീസ് വന്നത് പള്ളികളുടെ വിഷയത്തിലാണ്. വലൈസ ഫീ മഅനാഹൽ മശാഹിദ്, മഖ്ബറകൾ ആ ഹദീസിന്റെ അർത്ഥപരിധിയിൽ വരുന്നേയില്ല. കാരണം ലിഅന്നൽ മസാജിദ ബഅദൽ മസാജിദി സലാസത്തി മുതമാസിലത്തുൻ. കാരണം
3 പള്ളിയല്ലാത്ത മറ്റെല്ലാ പള്ളികളും പ്രതിഫലത്തിന്റെ വിഷയത്തിൽ തുല്യമാണ്. വലാ ബലദ ഇല്ലാ വഫീഹി മസ്ജിദുൻ, ഏത് നാട്ടിലും അവിടെ പള്ളിയുണ്ടാകുമല്ലോ. അതുകൊണ്ട് ഫലാ മഅനാ ലിർരിഹ്ലതി ഇലാ മസ്ജിദിൻ ആഖർ, അതുകൊണ്ട് തന്നെ ഒരു നാട്ടിലുള്ള ആള് ആ നാട്ടിലെ പള്ളിയിൽ കൂടാതെ വേറൊരു നാട്ടിലെ പള്ളിയിലേക്ക് പോവേണ്ടതില്ല. എന്നാൽ മഖ്ബറകൾ അങ്ങനെയല്ല. വഅമ്മൽ മശാഹിദു, മഖ്ബറകൾ ഫലാ തതസാവ, അതൊരിക്കലും തുല്യമല്ല. കാരണം ബൽ ബറകത്തു സിയാറത്തിഹാ, കാരണം മഖ്ബറകളെ സിയാറത്ത് ചെയ്യുന്നതിലുള്ള ബറക്കത്ത് അലാ ഖദ്രി ദറജാത്തിഹാ ഇൻദല്ലാഹി അസ്സ വജല്ല, ആ മഖ്ബറയിൽ കിടക്കുന്ന മഹാൻ അല്ലാഹുവിങ്കൽ അദ്ദേഹത്തിന്റെ സ്ഥാനമനുസരിച്ചാണ് ആ മഖ്ബറയിലുള്ള ആ മഖ്ബറയുടെ ബഹുമാനമുള്ളത്. അതുകൊണ്ട് തന്നെ മഖ്ബറകൾ, എല്ലാ മഖ്ബറകളും ബറക്കത്തിന് തുല്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ മഖ്ബറ ഉണ്ടെങ്കിലും അടുത്ത നാട്ടിലെ മഖ്ബറയിലേക്ക് പോകേണ്ടി വരും. ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മഖ്ബറ ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖ്ബറയാണ്. അതുകൊണ്ട് ഈ ഹദീസ് വെച്ചുകൊണ്ട് ഒരിക്കലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ മറ്റു മഹാന്മാരെയോ സിയാറത്ത് ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് എല്ലാ ഇമാമുകളും ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു.